രചന ഗംഗോത്രി. ഭാഗം 42. ഗംഗ ആരാണ് എന്നറിയാനായി ആകാംക്ഷയോടെ നോക്കി. രണ്ട് കൈയും പിടിച്ച് കമ്പിയിൽ തൂങ്ങിക്കിടക്കുകയാണ്. നേരം കുറേ ആയിരിക്കുന്നു. ക്ഷീണവും വിശപ്പും ദാഹവും എല്ലാം കൂടിയായപ്പോൾ ഗംഗ തളർന്നു തുടങ്ങി. എങ്കിലും ധൈര്യം സംഭരിച്ച് വരുന്നയാളെ നോക്കി നിന്നു. പോക്കറ്റിൽ ഗണ്ണുണ്ട്. എന്തായാലും തനിക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവൂ. അപ്പോഴാണ് അത് വിഷ്ണുവാണെന്ന് അവൾക്ക് മനസ്സിലായത്. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. വിഷ്ണു പാലത്തിലൂടെ തൂങ്ങിയിറങ്ങി. മുകളിൽ എവിടെയോ വിഷ്ണു ഒരു കയർ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ തൂങ്ങിയാണ് അവൻ താഴേക്കിറങ്ങിയത്. വീണ്ടും കയർ അവിടെയുള്ള കമ്പിയിൽ കെട്ടി. പിന്നെ അതുമായി ഗംഗയുടെ അരികിലേക്ക് മെല്ലെ നീങ്ങി. മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഏട്ടൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഗംഗ പതിയെ ചോദിച്ചു. അതൊക്കെ വിശദമായി പറയാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പണിക്കാരുടെ കൂടെ. അവിടെ നിന്ന് ഇവിടെ വരെ വന്ന കഥ ഒന്നും പറയണ്ട. നമുക്ക് തൽക്കാലം രക്ഷപ്പെടാൻ നോക്കാം. വിഷ്ണു മൊബൈൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അരയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ കയർ കെട്ടിയിരിക്കുകയാണ്. കഞ്ചാവ് തോട്ടത്തിലുണ്ടായിരുന്ന കയർ മുറിച്ചെടുത്തതാണ്. ആരുടെയോ ബാഗെടുത്ത് അതിൽ തന്നെ ഡ്രസ്സും ഇട്ട് അത്യാവശ്യം കയറും കത്രികയും ഒക്കെ അതിൽ ഭദ്രമായി വെച്ചു. വിഷ്ണു അവിടെ കിളച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് തല ചുറ്റുന്നതായി അഭിനയിച്ചത്. പാണ്ഡ്യനാണ് അവർ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് അവനുമായി പോയത്. സൂപ്പർവൈസറെ വിളിക്കാൻ പോയപ്പോൾ അയാൾ വലിയ തിരക്കിലാണ് എന്ന് പറഞ്ഞിരുന്നു. ഗംഗ രക്ഷപ്പെട്ട സമയമായിരുന്നു അത്. എല്ലാവരും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആത്തക്ക നോക്കി വിഷ്ണു ഇടതുവശത്തുകൂടെ മുന്നിലേക്ക് വന്നു. അവിടെ ഒരു വലിയ കുറ്റിച്ചെടിയുടെ മറവിൽ കുറേ നേരം ഇരുന്നു. എത്ര നേരം അവിടെ ഇരുന്നു എന്നറിയില്ല. അതിനിടയിൽ ഒരു വെടിശബ്ദം കേട്ടു. ഒരു പെൺകുട്ടി തൻ്റെ മുന്നിലേക്കാണ് വന്ന് വീണത്. ആരും അവളെ ശ്രദ്ധിച്ചതേയില്ല. അവൾ മരിച്ചോ ജീവനുണ്ടോ ഒന്നും അറിയില്ല. പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞാണ് കറുത്തമ്മ പുറത്തേക്ക് വന്നത്. അവളുടെ ബോഡി മറവ് ചെയ്യാൻ ഇവിടെ ആരുമില്ലേ? അവർ ചോദിച്ചു. അവർ വണ്ടിയുടെ അരികിലേക്ക് പോയപ്പോഴാണ് താൻ ചെടിയുടെ മറവിൽ നിന്ന് അങ്ങോട്ട് ചെന്നത്. മാഡം, ഞാൻ ബോഡി മറവ് ചെയ്യാൻ വന്നതാണ്. പക്ഷേ ഒരു വണ്ടിയില്ലാതെ എങ്ങനെയാണ്? ദാ അവിടെ കിടക്കുന്ന ആ കാർ കൊണ്ടുപോയിക്കോളൂ. നമ്മുടെ ഗോഡൗണിൻ്റെ അപ്പുറത്തുള്ള കൊക്കയിലേക്ക് ഇട്ടാൽ മതി. ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് കടിച്ചു തിന്നോളും. കറുത്തമ്മ കാറിൽ കയറിപ്പോയി. കറുത്തമ്മ പോയതിനു ശേഷം താൻ കാറിൻ്റെ അരികിലേക്ക് ചെന്നു. അപ്പോഴാണ് അതിൽ താക്കോലില്ല എന്ന് മനസ്സിലായത്. ഒരു പിടിവള്ളി കിട്ടിയതായിരുന്നു. അത് ഒരു പഴയ മാരുതി കാറാണ്. വേഗം കെട്ടിടത്തിൻ്റെ അകത്തേക്ക് കയറി നോക്കി. 2 പേർ നിലത്ത് കിടപ്പുണ്ടായിരുന്നു. ശരീരത്തിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ട്. ഒരാളുടെ കാൽ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. പെട്ടെന്നാണ് 2 പേർ അങ്ങോട്ട് വന്നത്. വിഷ്ണുവിനെ നോക്കി. കാറിൻ്റെ താക്കോൽ വേണം, കറുത്തമ്മ പറഞ്ഞതാ ബോഡി മറവ് ചെയ്യാൻ. അപ്പോഴേക്കും ഒരാൾ താക്കോലുമായി വന്നു. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, പണിക്കാരനാണോ? അയാൾ ചോദിച്ചു. ഞാൻ കഞ്ചാവ് തോട്ടത്തിലെ പണിക്കാരനാണ്. അയാൾക്ക് എന്തോ സംശയമുള്ളതുപോലെ തോന്നി. എന്താണ് അവിടെ കൃഷി ചെയ്യുന്ന കഞ്ചാവിൻ്റെ പേര്? നീലച്ചടയൻ. എന്നാലും അയാൾക്ക് സംശയം ബാക്കിയായിരുന്നു. ആരെയോ ഫോൺ ചെയ്യാനായി അയാൾ ഫോൺ എടുത്തു. അപ്പോഴേക്കും വിഷ്ണു അവൻ്റെ വലത് കൈ അയാളുടെ തല നോക്കി ആഞ്ഞു വീശി. പിന്നെ അവൻ്റെ കരണത്തൊന്ന് പൊട്ടിച്ചു. അപ്പോഴേക്കും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ താഴേക്ക് വീണു. അവൻ താഴേക്ക് നോക്കിയപ്പോൾ അവൻ്റെ നെഞ്ചു നോക്കി വിഷ്ണു ഒന്ന് ചവിട്ടി. അവൻ നിലത്തേക്ക് വീണു. അത് കണ്ടുകൊണ്ടാണ് അടുത്തയാൾ ഓടി വന്നത്. അയാൾ വിഷ്ണുവിനെ അടിക്കാനായി ഓടി വന്നു. വിഷ്ണു വട്ടം കറങ്ങിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. പിന്നെ അവൻ്റെ വയറിൽ മുഷ്ടി ചുരുട്ടി ആഞ്ഞിടിച്ചു. അവൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നു. വായുവിലൂടെ രക്തം പുറത്തേക്കൊഴുകി. താഴെ വീണു കിടന്ന താക്കോൽ വിഷ്ണു കൈക്കലാക്കി. അപ്പോഴാണ് മറ്റവൻ്റെ ഫോൺ കണ്ടത്. താഴെ കിടന്ന ഫോണും വിഷ്ണു എടുത്തു. പിന്നെ പുറത്തേക്കോടി. ആ പെൺകുട്ടിയെ എടുത്ത് കാറിൽ കിടത്തി. പിന്നെ അവിടെ നിന്ന് വേഗം പോരുകയായിരുന്നു. പാലത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് വണ്ടി നിർത്തിയത്. ഒരു വശത്തേക്ക് വണ്ടി ചേർത്ത് നിർത്തിയതിന് ശേഷം മെല്ലെ പാലത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഗംഗയെ കണ്ടപ്പോഴാണ് ആശ്വാസമായത്. വിഷ്ണു കയറിൻ്റെ അറ്റം ഗംഗയുടെ വയറിന്മേൽ ചുറ്റി. പിന്നെ 2 പേരും പതിയെ കമ്പിയിലൂടെ പിടിച്ചു മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. വിഷ്ണു മുകളിലേക്ക് കയറുന്നതിനിടയിലാണ് ആ ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഗംഗയെ കാണുന്നില്ല. അപ്പോഴേക്കും അവൾ കായലിലേക്ക് വീണിരുന്നു. തുടരും.